നമ്മളിപ്പോൾ ഉള്ളതേ ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് റൂട്ടിലെ കോട്ടപ്പുറം എന്ന സ്ഥലത്താണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ്. നമുക്കൊക്കെ വീട് നിർമ്മിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഓരോരോ ആകാംക്ഷ ആയിരിക്കാം. ചെങ്കല്ല് വേണോ, കരിങ്കല്ല് വേണോ, ഹോളോ ബ്രിക്സ് വേണോ? അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്തായാലും ഇന്നത്തെ കാലത്ത് എം ബ്രിക്സ് അഥവാ മഡ് ബ്രിക്സ് എന്ന പേരറിയപ്പെടുന്ന ഈ കല്ലിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഒരു വീട് പണി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 40% ലാഭമായിരിക്കും ഈ ഒരു എം ബ്രിക്സ് കൊണ്ട് വീട് നിർമ്മിച്ച് കഴിഞ്ഞാൽ കിട്ടുക. പിന്നെ എം ബ്രിക്സ് കൊണ്ട് വീട് വെച്ചവർക്കൊക്കെ അറിയാം, ആ ഒരു വീടിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നത്, നല്ല ചൂടിന് നമുക്ക് എന്തായാലും അകറ്റാൻ കഴിയും ഈ ഒരു കല്ലുകൊണ്ട്. പിന്നെ കെട്ടിടത്തിന് നല്ല ഉറപ്പും കിട്ടും. ഈ വിള്ളുന്ന പ്രശ്നങ്ങളൊക്കെ പരമാവധി നമുക്ക് ഒഴിവാക്കി കിട്ടും. നമ്മൾ അധിക വീടും ചെങ്കല്ലുകൊണ്ടൊക്കെ വീട് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടിട്ടുണ്ടാവും വിണ്ട് കയറി പോകുന്നത്. അത് എല്ലാവരും പറഞ്ഞ് ചിലപ്പോൾ നന കുറഞ്ഞിട്ടാണെന്നൊക്കെ, പക്ഷേ അത് ഈ കല്ലിൻ്റെ പ്രശ്നം വന്നുകൊണ്ടാണ്. പിന്നെ നമ്മൾ വീട് നോക്കുമ്പോൾ അധികം ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ബഡ്ജറ്റ്. പരമാവധി നമ്മൾ എന്തെങ്കിലും ബഡ്ജറ്റ് പരമാവധി കുറക്കാനേ നോക്കുള്ളൂ. അപ്പോൾ എന്തായാലും 40% നമുക്ക് ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ കല്ലുകൊണ്ട് ഒരു ഉപകാരം തന്നെയാണ്. കുറച്ച് ദിവസം വെള്ളത്തിലിട്ടുകൊണ്ട് മഡ് ബ്രിക്സിന് നല്ല ബലവും ഈർപ്പവും കിട്ടുന്നതാണ് ഏറ്റവും നല്ല പ്രത്യേകത. ഒരു വീടിന് ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ ഇത് തന്നെയാണ് ധാരാളം വേണ്ടത്. എം ബ്രിക്സ് ഉണ്ടാകാൻ ഉപയോഗിക്കുന്നത് സിമെൻറ്റും മണ്ണും പിന്നെ ആവശ്യത്തിന് മാത്രം വെള്ളവും കൊണ്ടാണ്. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ ഒരുപാട് വീടുകൾ നമ്മൾ എം ബ്രിക്സ് കൊണ്ട് വീടുകൾ നിർമ്മിച്ച് കാണുന്നുണ്ട്. ഇതൊരു ട്രെൻഡിങ് ആയിപ്പോൾ വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ എം ബ്രിക്സ് വേണ്ടവർക്ക് വേണമെങ്കിൽ ബന്ധപ്പെടാം. നമ്മളെ വേണ്ടവർ ആവശ്യമുള്ളവരൊക്കെ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഇത് എവിടെ കറക്റ്റ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മണ്ണാർക്കാട് ഷൊർണൂർ ഒറ്റപ്പാലം റൂട്ടിൽ കോട്ടപ്പുറം ടൗൺ എത്തുന്നതിന് മുമ്പേ ഒരു 100 മീറ്റർ അടുത്താണ് ഈ ഒരു ആദി ബ്രിക്സ് എന്നൊരു ഷോപ്പാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വേണ്ടവർക്ക് അവിടെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അവർ. പിന്നെ പുറത്തേക്ക് വേണ്ടവരൊക്കെ ആൾ ഇന്ത്യ അവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ അവർ എക്സ്പോർട്ടിങ് ചാർജും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ എം ബ്രിക്സ് വാങ്ങാൻ വരുന്നവർക്ക് അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്നെ ചെക്ക് ചെയ്തെടുക്കാം. എന്താ പറഞ്ഞാൽ നമുക്ക് ഇത് വെള്ളത്തിൽ കൂടുതൽ നേരം എത്ര നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും യാതൊരു കേടുപാടും വരുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ പ്രത്യേകത. ചിലവർക്കൊരു പേടിയൊക്കെ ഉണ്ട്, മഴക്കാലത്ത് നനഞ്ഞു കഴിഞ്ഞാൽ വിണ്ട് പൊട്ടുമോ അങ്ങനെയൊക്കെ ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടുന്ന് വേണമെങ്കിൽ ഏത് കടയിലാണെങ്കിലും ഇത് പോകുമ്പോൾ അവരവിടുന്ന് കാണിച്ചു തരും. കുറേ കാലം വെള്ളത്തിലിട്ട് വെച്ച കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ അതൊക്കെ അവർ കാണിച്ചു തരും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് തന്നെ എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമെൻറ്റും വെറും നമ്മൾ സാധാ മണ്ണ്. എന്തായാലും വെട്ടുകല്ലിനേക്കാളും നല്ല ഉറപ്പുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എന്താ പറയുക, നമുക്കത് അവിടുന്ന് ഓരോന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കല്ലിൻ്റെ ഉറപ്പും അതിൻ്റെ ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ. വെട്ടുകല്ലിൽ എന്തായാലും മാർക്കറ്റിൽ ഏകദേശം ഇപ്പോൾ 58, 59 രൂപ, 56 അങ്ങനെയൊക്കെയാണല്ലോ റേറ്റ് വരുന്നത്. ഇത് 35 രൂപയ്ക്കാണ് കിട്ടുന്നത് വിപണിയിൽ നിന്ന്. എന്തായാലും അതൊരു നല്ല ഗുണമേന്മ തന്നെയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ഈക്വലാക്കിയാൽ മനസ്സിലാവും ഒരു വീട് പണിക്ക് എത്ര കല്ല് വരും, അതിൻ്റേതായ എത്ര ചിലവ് കുറഞ്ഞു വരും എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മളെ സാധാ മണ്ണാട്ടോ, ആ മണ്ണ് നല്ലവണ്ണം തരിച്ചാണ് അവർ കംപ്രസ് ചെയ്യാൻ മെഷീനിലേക്ക് അകത്തേക്ക് വിടുന്നത്. പിന്നെ രണ്ട് സൈഡിൽ നിന്ന് നല്ലവണ്ണം കംപ്രഷിംഗ് ആണ് ഇതിൻ്റെ മെയിന്.
പിന്നെ കൂടുതൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ആവശ്യത്തിന് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ണ് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം എംബ്രിക്സിന് ഏറ്റവും കൂടുതൽ ബലവും ഉറപ്പും കിട്ടുന്നു. അപ്പോൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെട്ടാൽ മതി. എങ്ങോട്ടാണെങ്കിലും നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളാണെങ്കിലും പറഞ്ഞുതരും. ഇനി ഇത് എങ്ങനെയാണ് കല്ലായി വരുന്നത് നമുക്ക് നോക്കാം. പിന്നെ ഡയറക്റ്റ് മെഷീനിൽ നിന്ന് ഉണ്ടാക്കിയ സ്പോട്ട് തന്നെ നമ്മളിത് കൊണ്ടുപോയി അതിൻ്റെ ഉറപ്പും കാലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, ഒന്ന് കണ്ടു നോക്കാം നമുക്ക് അതിൻ്റെ ഉറപ്പും ബലമൊക്കെ. അപ്പോൾ നമുക്കിന്ന് മനസ്സിലാക്കാം അത്രയും നല്ല ലോഡിങ്ങിലാണ് ഈ കംപ്രസ് ചെയ്ത് ഈ ഒരു കല്ല് ഉണ്ടാക്കുന്നതെന്ന്. അല്ലെങ്കിൽ അത് സ്പോട്ടിൽ നമ്മൾ കയറി നിന്നാൽ തന്നെ അത് അലിഞ്ഞ് പൊടിഞ്ഞു പോകണ്ടേ. എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചിലപ്പോൾ മറ്റുള്ളവരിലേക്ക് ഒരു ഉപകാരപ്രദമാവും ഈ ഒരു വീഡിയോ.